നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 3 ദിവസം നീളുന്ന സന്ദർശനത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും വിവിധ വകുപ്പ് മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം 7-നുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കൊച്ചിയിലെത്തും. 3 ദിവസം നീളുന്ന ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളും നേരിട്ട് വിലയിരുത്തും. വൈകിട്ട് 4:30 കമ്മീഷണർ കമ്മീഷണർ എറണാകുളം ശിവക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തും. സന്ദർശനത്തിന് 2ാം ദിനമായ നാളെയാണ് നിർണായകമായ കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണി മുതൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തും. ആകെ 12 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായാണ് കൂടിക്കാഴ്ച. എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ED, ഇൻകം ടാക്സ്, GST, കോസ്റ്റ് ഗാർഡ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും കമ്മീഷണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സന്ദർശനത്തിന്റെ അവസാന ദിവസമായ 7-ന് രാവിലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി, DGP എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായും സംസാരിക്കും. അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പിന്നീടാണുണ്ടാവുക. കേരളത്തിനു പുറമെ അസം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കും ഒരുമിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. ജനം, കൊച്ചി.